ഇപ്പോൾ ഇതിൽ കാണാം 0.5 കിലോ വാട്ട് ആണോ. ഇത്രയും കറണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ലീക്കായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മീറ്ററിൻ്റെ സഹായത ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള KSEB മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കറണ്ട് പുറത്തേക്ക്, അതായത് എല്ലാ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം കറണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയുമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിൽ വീട്ടിൽ ഒരു ഫാൻ മാത്രം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കി എല്ലാ സ്വിച്ചുകളും ഓഫ് ആട്ടോ. അപ്പോൾ നമ്മുടെ മീറ്ററിൻ്റെ അടുത്തേക്ക് വരിക, മീറ്ററിൽ ഇങ്ങനെ ആ ബട്ടൺ കാണും കേട്ടോ. അപ്പോൾ ഓരോ ബട്ടൺ അമർത്തിയ ശേഷം അറിയാൻ പറ്റും വോൾട്ടേജ്, അതുപോലെ ആംബിയർ, അതുപോലെ എന്ന് എഴുതിയിട്ട് അവിടെ 0.25 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആംബിയർ ആണ് കേട്ടോ. 0.25 എന്ന് പറഞ്ഞാൽ ആംബിയർ ആണ് ആ ഫാനിൻ്റെ. അതുപോലെ ഇനി ഓരോന്ന് അമർത്തുക, അതുപോലെ പോയിൻ്റ് വരും. ഇവിടെ ഈ KW എന്ന് എഴുതി തന്നെ ഇവിടെ ഇപ്പോൾ 0.05 എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ലോഡാണ്, അതിൻ്റെ വാട്ട്സാണ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 50 വാട്ട്സോളം ആ ഫാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫാൻ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വാട്ട്സാണ് അവിടെ കാണിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഫാൻ ഓഫ് ചെയ്തു, കണ്ടോ 0ലേക്ക് വന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 00 എന്നുള്ളത് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതിന് കാണിക്കുന്നുണ്ട്, എന്തെങ്കിലും റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടെ നിങ്ങളിത് വീട്ടിലത്തെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിനുള്ള കാര്യങ്ങൾ നോക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്തിട്ടും നമ്മൾക്ക് റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മുടെ കറണ്ട് ലീക്കായി കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. മില്ലി ആംബിയർ കറണ്ടൊന്നും നമുക്കിതിൽ കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നമുക്കിത് റീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുക. ഇത് 000 ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട, നിങ്ങളുടെ വീട്ടിൽ യാതൊരുവിധ കുഴപ്പമില്ല, വയറിങ്ങിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എല്ലാം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യരുത്, സ്വിച്ചുകൾ മാത്രം ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. 00 ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും തരത്തിൽ റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് റെഡിയാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ.